ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നിങ്ങൾക്ക് സമാധാനം. പ്രിയപ്പെട്ടവരെ, ഇന്നൊരു പ്രഭാതം ദൈവം നമുക്ക് തന്നതിന് ഒരുപാട് നന്ദി പറയാം. ഓരോ ദിവസവും നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞ് ആ ദിവസത്തെ മുഴുവനുമായിട്ട് നമ്മുടെ ആകുലതകളും നമ്മുടെ ദുഃഖങ്ങളും സന്തോഷവും ഒക്കെ നമ്മുടെ മക്കളെയും പ്രിയപ്പെട്ടവരെയും എല്ലാം ദൈവത്തിന് കൊടുത്തുകൊണ്ട് വേണം നമുക്ക് ആ ദിവസം തുടങ്ങാനായിട്ട്. നന്മതിന്മകളെ തിരിച്ചറിയാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ 34-ാമത്തെ തിരുവചനം കർത്താവ് ഇപ്രകാരം നമ്മളോട് പറയുന്നുണ്ട്: ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിനെന്ന്. നമുക്കറിയാം, ഈ സ്നേഹമെന്ന വാക്ക് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കുന്നൊരു വാക്കാണ് സ്നേഹം. നമുക്കറിയാവുന്നൊരു കാര്യമാണ്, സ്നേഹം കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക്, ആത്മഹത്യയിലേക്ക് പോകുന്നു. സ്നേഹം കൂടുതൽ കൊടുത്താലും പ്രശ്നമാണ്, എന്നാൽ അത് ഓവറായിട്ട് കൊടുത്തില്ലെങ്കിലും പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ സ്നേഹം കിട്ടാതെ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അധികമായിട്ടുണ്ടാവുന്നത്, പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ, അല്ലേ? വിട്ടുകൊടുക്കാനുള്ള ഒരു മനസ്സ് യഥാർത്ഥത്തിൽ പലർക്കും ഇന്നില്ല. അപ്പം അതുകൊണ്ട് പല ആത്മഹത്യകളുടെ പിന്നിലും പല കൊലപാതകങ്ങളുടെ പിന്നിലും നമ്മുടെ ഈ ലോകത്ത് നടക്കുന്ന മാരകമായിട്ടുള്ള കൊലപാതകങ്ങളുടെ പിന്നിലും ഒക്കെ ആയിട്ട് മനസാക്ഷിയെ നടുക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിലും സ്നേഹമാണ് പ്രശ്നം. നമുക്ക് പരസ്പരം സ്നേഹം ഉണ്ടെങ്കിൽ, ഈശോ പറഞ്ഞ പോലെ സ്നേഹം ഉണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവത്തില്ല, അല്ലേ? നമ്മൾ എല്ലാവരെയും പരസ്പരം സ്നേഹിക്കാനാണ് കർത്താവ് പറഞ്ഞ്. എങ്ങനെ സ്നേഹിക്കാനാണ് പറഞ്ഞ്? ഞാൻ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനാണ് പറഞ്ഞ്, അല്ലേ? ഈശോ എങ്ങനെ സ്നേഹിച്ച്? ഈശോ കുരിശിലാണ് നമ്മളോടുള്ള സ്നേഹത്തെ ഈശോ കാണിച്ചു തന്നത്. അവൻ തൻ്റെ ജീവൻ ബലി കൊടുത്തിട്ടായിരുന്നു. ഇതുപോലെ ജീവൻ ബലി കൊടുത്തിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഈ ലോകത്തില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, സുവിശേഷത്തിൻ്റെ വഴിയിലൂടെ പോകാനായിട്ട് നിങ്ങളുടെ ഉള്ളിലൊരു ഭയങ്കര ആഗ്രഹവും വചനത്തോടുള്ള തീക്ഷ്ണമായ ആഗ്രഹവും മറ്റുള്ളവരോട് നിങ്ങളുടെ സാക്ഷ്യങ്ങൾ പറയുവാനും അതോടൊപ്പം തന്നെ വചനം പങ്കുവയ്ക്കാനൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കര ആഗ്രഹം ഉണ്ടെങ്കിൽ, ഈശോയോട് അതായത് വെറും പ്രാർത്ഥനയിൽ ഒതുങ്ങി നിൽക്കാതെ മറ്റുള്ളവരിലേക്ക് യേശുവിനെ എത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു വഴിയിലൂടെ നിങ്ങൾ പോകണം. കാരണം ദൈവം നിങ്ങളെ വിളിക്കുകയാണ്. കാരണം വിളിക്ക് യോഗ്യമായ രീതിയിലുള്ള ഒരു ജീവിതം നയിക്കാനാണ് കർത്താവ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. നമ്മളെ എന്തിനാണോ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്, ആ ഒരു വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുക, അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കടമയെന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ മനസാക്ഷി ഇല്ലാത്ത ഒരുപാട് ദൈവമക്കളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഓരോ ദിവസങ്ങളും നമ്മൾ കേൾക്കുന്നത്, നമുക്കറിയാം, ഓരോരോ ന്യൂസുകളാണ്. പലതും ഈ പറയുന്നത് പോലെ പുറത്ത് വിടാത്തത് കൊണ്ട് നമ്മൾ പലപ്പോഴും അറിയാറില്ല. പക്ഷെ സങ്കടകരമായിട്ടുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ ദിവസവും കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, സഭയ്ക്കുള്ളിൽ തന്നെ ഇന്ന് വിള്ളലുകൾ ഉണ്ടാകുന്ന പുരോഹിതന്മാർക്കിടയിലും സന്യസ്തർക്കിടയിലൊക്കെ ഒരുപാട് പ്രതിസന്ധികൾ വിതയ്ക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം, തിന്മയെന്ന് പറയുന്നത് പെരുകിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ ദിവസവും പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് ആരോടാണ്? ഈശോയോടല്ല. ശരി, ഈശോയോടാണ് നമ്മൾ യഥാർത്ഥത്തിൽ ദൈവമക്കൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈശോയോടാണ്. നമ്മൾ പിന്നെയും ഈശോയെ ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക. സത്യത്തിൽ നമ്മൾ ഫൈറ്റ് ചെയ്ത് ജയിക്കേണ്ടത് എവിടെയാണ്? സാത്താൻ്റെ അടുത്താണ്. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത്? നമ്മുടെ ആത്മാവിന് വേണ്ടി. ഓരോ മനുഷ്യൻ മരിക്കുമ്പോഴും, എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, അവന് ആ ആത്മാവ് സാത്താന് ആ ആത്മാവിൻ്റെ മേലൊരു അധികാരം ഉണ്ടെങ്കിൽ അവൻ വളരെ ഈസി ആയിട്ട് ആ ആത്മാവിനെ നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ കുടുംബത്തിൽ ഒരാളെ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങളെ വിഷമിപ്പിക്കുകയോ മാനസികമായി തളർത്തുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഭയപ്പെടാതെ നമ്മളതിനെ സ്വീകരിച്ചുകൊണ്ട്, കർത്താവ് നമ്മളെ എങ്ങനെയാണ് വിളിച്ചിരിക്കുന്നത്? എങ്ങനെ സ്നേഹിക്കാനാണ്? ഈശോ നമുക്ക് വേണ്ടി എങ്ങനെയാണോ സ്നേഹം കൊടുത്തത്, മറ്റുള്ളവർക്ക് കൊടുത്തത് എങ്ങനെയാണോ, നമ്മളെ എങ്ങനെയാണോ ഈശോ സ്നേഹിച്ചത്, അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹിക്കണം.
ഇതിന് വേണ്ടിയിട്ടാണ് ഈശോ നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഞാൻ നിങ്ങളോടൊക്കെ സുവിശേഷം പറയുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ. എന്താണെന്നോ, ഒരിക്കലും നിങ്ങൾ ഈ സുവിശേഷം കേൾക്കുമ്പോൾ, വചനങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത്, ഇപ്പോൾ ഞാനെന്നല്ല ഏതൊരു പുരോഹിതരും സന്യസ്തരും ഒക്കെ വചനം പറയുമ്പോൾ, കൊച്ചു കുട്ടികളാണെങ്കിൽ അത് പറയുമ്പോൾ, അതിനകത്ത് വചനത്തിൻ്റെ ഒരു അത്ഭുത ശക്തി ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് വേണം നമ്മളതിനെ സ്വീകരിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ സുവിശേഷകർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിലൊക്കെ തന്നെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇപ്പോൾ ഞാൻ നിങ്ങളോടൊരു സുവിശേഷം പറയുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവർ, എനിക്ക് ഓരോ ദിവസവും സഹനമാണ്. കാരണം ഭയങ്കരമായ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. വചനം പറയാനായിട്ട് ഒരിക്കൽ പോലും, അല്ലെങ്കിൽ കർത്താവിനെ ഒരാൾക്ക് കൊടുക്കാനായിട്ട് ഒരിക്കൽ പോലും, സ്നേഹത്തോടെ കൊടുക്കാനായിട്ട് ഒരിക്കൽ പോലും സാത്താൻ അനുവദിക്കാറില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കുഞ്ഞനുഭവം. ഞാൻ പറയാം, ഈ വചനം നമ്മുടെ യേശുവിനെ അറിഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ, അന്നൊക്കെ ഈ സാത്താനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ലായിരുന്നു. പക്ഷേ ഈ ഒരു നാളുകളിൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, പൈശാചിക അരൂപിയുടെ ഭയങ്കരമായിട്ടുള്ള ഒരു പീഡനം ഞാൻ അനുഭവിച്ചു. ഓരോ ദിവസവും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. അതായത് വിശുദ്ധ വേദപുസ്തകം, വചനം, അതായത് നമ്മൾ വചനത്തിലൂടെ ഇവൾ വചനം വായിച്ചു കഴിഞ്ഞാൽ, വചനം പഠിച്ചു കഴിഞ്ഞാൽ ഇവക്ക് ദൈവം അളവില്ലാത്ത രീതിയിൽ കൃപ കൊടുക്കും. അതിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുക്കും. അപ്പോൾ ഇത് മറ്റുള്ളവരിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി ഇവൻ എന്ത് ചെയ്യുന്നറിയാമോ, നമ്മുടെ ഏറ്റവും ബലഹീനത, നമ്മൾ വീണു പോകുന്ന ബലഹീനത ഏതാണോ ആ ബലഹീനതയിൽ ഇവൻ കയറി പിടിക്കും. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയുന്നില്ല. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വചനം എടുത്ത് വായിക്കാനായിട്ട് തുടങ്ങുമ്പോൾ, ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥിച്ചതിനൊക്കെ ശേഷം ബൈബിള് വായിക്കാം, പഠിക്കാം എന്നൊക്കെ കരുതിയിട്ട് എടുത്ത് വെക്കുമ്പോഴായിരിക്കും നമുക്ക് എന്തൊക്കെയോ അസ്വസ്ഥതകൾ നമ്മുടെ ശരീരത്തിന് തോന്നും, എവിടെ നിന്നില്ലാത്തൊരു വിഷമങ്ങൾ തോന്നും. ആ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ മറ്റുള്ളവരുടെ ശല്യങ്ങളോ ഒക്കെ നമുക്ക് അനുഭവപ്പെടാം, ഇനിയും അനുഭവപ്പെടാം, ഒത്തിരി. ഇതെല്ലാം സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഒരു കാര്യം ഓർക്കുക, ലൈംഗികമായിട്ടുള്ള ആസക്തികൾ കൂടുതലായിട്ടും സാത്താൻ വിതയ്ക്കുന്ന ഒരു കെണിയാണ് ലൈംഗിക ആസക്തി. നമ്മുടെ ശരീരത്ത് ഓൾറെഡി ഈ പറഞ്ഞ പോലെ ഹോർമോണിൻ്റെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഓരോ ദൈവമക്കളിലും നമുക്കറിയാം. വളർച്ച, കുഞ്ഞു കുട്ടികൾ തൊട്ട് വളർന്നു വരുമ്പോൾ ഈ ഹോർമോൺ ചേഞ്ചസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമുക്ക് ഇതിനോടുള്ള താല്പര്യങ്ങളൊക്കെ ഒരുപാടുള്ള ദൈവമക്കളാണ് നമ്മൾ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന വലിയൊരു കൃപയാണ്. പക്ഷേ ഈ കൃപ നമ്മൾ ഉപയോഗിക്കേണ്ട എപ്പോഴാണ്? ദൈവം പറഞ്ഞതനുസരിച്ച് വിശുദ്ധിയോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ്, അല്ലേ? പക്ഷേ ഈ സാത്താൻ ഇതിനെ മുതലാക്കുന്നത് എങ്ങനെയാണോ അങ്ങനെയാണ് പല ആളുകളും ഫോൺ അഡിക്റ്റിനോ അതുപോലെ തന്നെ മൊബൈൽ ഫോൺ ആവശ്യമില്ലാതെ ഇതുപോലെ വീഡിയോസൊക്കെ കാണുകയും അത് ജീവിതത്തിലേക്ക് പ്രാവർത്തികമായിട്ട് അതിലൂടെ കൊണ്ടുവരികയും ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇത് സ്വമേധയം നമ്മൾ ചെയ്യുന്നതല്ല, നമ്മളെ ഈ ദുരാത്മാവ് പൈശാചിക ശക്തി ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കുന്ന സമയത്ത് പ്രലോഭനങ്ങളുണ്ടാവും, ഇത്തരത്തിലുള്ള ലൈംഗികമായിട്ടുള്ള ചിന്തകളുണ്ടാകും. അപ്പോൾ ആ സമയം നമ്മൾ ഒരിക്കലും പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ ഇച്ഛിക്കാത്ത തിന്മയാണ്, ഞാനിത് ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ഇച്ഛിക്കാത്ത തിന്മയാണ് നമ്മളെ കൊണ്ട് ഇവൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കുക. ഇപ്പോൾ ലൈംഗികാസക്തി മാത്രമല്ല കേട്ടോ, നമുക്ക് ദേഷ്യം വരാം, ചുമ്മാ ദേഷ്യപ്പെടാം, അതുപോലെ പല പ്രതിസന്ധികളും നമുക്കുണ്ടായേക്കാം. ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് പ്രലോഭനങ്ങളുണ്ടാകുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് സാത്താൻ വിതയ്ക്കുന്ന അല്ലെങ്കിൽ ഒരു ദുരാത്മാവ് നമ്മുടെ ശരീരം കൊണ്ട് നമ്മളെ പാപം ചെയ്യിപ്പിക്കാൻ, നമ്മുടെ കണ്ണുകൊണ്ട് പാപം ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ആ സമയത്ത് നമ്മൾ അവനെ എന്ത് ചെയ്യണം? അവനോട് ഫൈറ്റ് ചെയ്യുക. കാരണം ആ സമയത്ത് നമുക്കല്ലോ പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്ന അവസ്ഥയായിരിക്കത്തില്ല. ആ സമയത്ത് നമ്മൾ ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട്, അധികാരത്തോടു കൂടി യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ശാസിക്കണം. അപ്പം എനിക്ക് ബൈബിള് വായിക്കണം ഭയങ്കര കൊതിയാണ്. കാരണം തിരുവചനത്തിന് അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അതുമാത്രം തിരുവചനം ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ബൈബിള് പഠിക്കാനായിട്ട്
ഈശോ വെളിപാടിൻ്റെ പുസ്തകത്തിലേക്ക് കടക്കാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ ബൈബിൾ ഇങ്ങനെ പഠിക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ 1-2 ദിവസമൊക്കെ അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ഇരുന്ന് പഠിച്ചാലും പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കിനും ബൈബിൾ എടുക്കാനായിട്ട് പോലും പറ്റില്ല. അത്രമാത്രം ശാരീരിക ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വചനങ്ങൾ കേൾക്കാനായിട്ട് ആഗ്രഹം തോന്നുന്ന സമയത്തൊക്കെ എനിക്ക് അനുഭവപ്പെടുന്നൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് വളരെ ഓപ്പണായിട്ട് ഞാൻ പറയുകയാണ്. ഈ പ്രലോഭനങ്ങൾ ഉണ്ടാവുക എന്ന് പറയും, അത് മനസ്സിലായി നമ്മൾ പോലും അറിയത്തില്ല ഇതെന്താ ഇങ്ങനെ വരുന്ന തോന്നുന്ന സമയത്താണ് ഇങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ച സമയത്തുണ്ടല്ലോ എനിക്ക് അനുഭവപ്പെട്ടൊരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. വളരെയധികം ആ സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു നെഗറ്റീവ് എനർജി എന്നിൽ നിന്നും വിട്ടുപോയി എന്നുള്ളതാണ്. അപ്പം നമുക്ക് കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചിട്ട് അവർക്ക് അധികാരം കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? സാത്താൻ്റെ മേൽ അധികാരം കൊടുത്തിട്ടുണ്ട്. നമുക്കും ഒരു അധികാരം തന്നിട്ടുണ്ട്. നമ്മളെ തോൽപ്പിക്കാനുള്ള ശക്തി എന്താണെങ്കിലും പിശാചിനില്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ അനുവാദം കൊടുക്കാതെ അവൻ ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് വരത്തില്ല. അപ്പം നമ്മൾക്ക് ചുറ്റും ദുരാത്മാക്കളുണ്ട്, പൈശാചിക അരൂപികളുണ്ട്. അപ്പം നിങ്ങൾ ഓർക്കരുത് അയ്യോ മരണപ്പെട്ടു പോയവരാണല്ലോ, അങ്ങനെയല്ല. ആ മരണപ്പെട്ടു പോയ ആത്മാക്കളൊന്നും തന്നെ ഈ ഭൂമിയിലില്ല പ്രിയപ്പെട്ട ദൈവമക്കളെ. ഓരോ ദിവസവും മരണപ്പെട്ടു പോകുന്നവർ ദൈവസന്നിധിയിലേക്കാണ് പോകുന്നത്, നിങ്ങൾ ഓർക്കണം. പക്ഷേ നമ്മൾ പാപത്തിനു മീതെ പിശാചിന് അധികാരം ഉള്ളതുകൊണ്ട് തന്നെ നമ്മളൊരു പാപം ചെയ്തിട്ടാണ് ഒരു വ്യക്തി മരണപ്പെടുന്നതെങ്കിലുണ്ടെങ്കിലോ അവൻ്റെ ആത്മാവിൻ്റെ മേൽ സാത്താൻ അധികാരമുണ്ട്. കാരണം ഓൾറെഡി സാത്താന് നമ്മുടെ ആത്മാവിൻ്റെ മേൽ അധികാരം കൊടുത്തിരിക്കുകയാണ്. അപ്പം ഞാനിത് പ്രധാനമായിട്ട് പറയാൻ കാരണം എന്നാണെന്നറിയാമോ? നമ്മൾ അനുഗ്രഹങ്ങളുടെ പുറകെ ഞാനിപ്പോൾ നിങ്ങളോട് പറയും, നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെല്ലാം നടന്നു കിട്ടും. ഞാൻ സുവിശേഷം കേൾക്കാറുള്ള ഒരുപാട് സുവിശേഷം കേൾക്കാറുള്ള ഒരു വ്യക്തിയാണ്. ഒരുപാട് വീഡിയോസ് കാണാറുണ്ട്. എനിക്ക് തോന്നുന്നു പല ദൈവമക്കളും സുവിശേഷം പ്രസംഗിക്കാൻ യഥാർത്ഥ രീതിയിൽ അവർക്ക് അറിയാത്തതുകൊണ്ടാണോ എന്നറിയില്ല, യൂട്യൂബിൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണോന്നറിയില്ല, ആളുകളെ ചേർക്കാൻ വേണ്ടിയിട്ടാണോ എന്നും എനിക്കറിയത്തില്ല. ഞാൻ അത് പ്രാർത്ഥിച്ചു, നിങ്ങൾ ഇതുപോലെ പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങൾ സാധിച്ചിട്ടും എന്നുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഓർക്കണേ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാ ആഗ്രഹങ്ങളും ദൈവം സാധിച്ചു തരും. പക്ഷേ അത് എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മൾ ചോദിക്കാതെ തന്നെ, വചനം പറയും, നമ്മൾ ചോദിക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ സ്വർഗസ്വനായ പിതാവ് നമുക്ക് എന്താണോ വേണ്ടതെന്ന് അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ചോദിക്കേണ്ട ഒരു ആവശ്യവും ദൈവസന്നിധിയിലില്ല. എപ്പോഴാണ് ചോദിക്കാതെ നമുക്ക് കിട്ടുന്നത്? ഞാൻ എപ്പോഴും പറയാറുണ്ട്, കർത്താവിനെ അനുസരിക്കുമ്പോൾ. അല്ലെ, നിങ്ങൾ ഓർക്കുക, ഞാൻ ദൈവത്തെ അനുസരിക്കുന്നുണ്ടോ? ഏതൊക്കെ മേഖലയിലാണ് ഞാൻ ദൈവത്തെ അനുസരിക്കാത്തത്? അത് നമ്മൾ കണ്ടുകൊണ്ട് ആ മേഖല തിരഞ്ഞെടുത്ത് അവിടെ നമ്മൾ തിരുത്തേണ്ട കാര്യങ്ങളൊക്കെ തിരുത്തി സമയമുണ്ട് പ്രിയപ്പെട്ട ദൈവമകളെ. പക്ഷെ ഓർക്കണേ, കർത്താവിൻ്റെ ദിവസത്തിന് മുന്നേ തന്നെ നമ്മൾ ഒരുങ്ങുക. നമ്മുടെ പ്രിയപ്പെട്ട ദൈവമക്കളെ കൂടി അതിനകത്തേക്ക് ഇൻവോൾവ് ചെയ്യുക. നമ്മുടെ കടമയായ എന്താണ്? മരണശേഷമുള്ളൊരു ജീവിതമാണ്. എനിക്ക് തോന്നുന്നു പല ആളുകളും വിശ്വസിക്കാത്തത് അതിനുശേഷം ഒരു ജീവിതമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ. ഞാൻ എൻ്റെ വല്യമ്മ മരിക്കുന്ന സമയത്ത് എനിക്ക് ഈ സ്വർഗ്ഗമുണ്ടോ നരകമുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഞാൻ പഠിച്ചൊരു കാര്യമാണ്, എൻ്റെ വല്യമ്മച്ചി പ്രാർത്ഥിക്കാത്ത അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ പോകുന്ന ഒരാളായിരുന്നു. പക്ഷേ അതേസമയം വല്യമ്മേനെ സംബന്ധിച്ചിടത്തോളം വല്യമ്മയ്ക്ക് ആ സമയം ദൈവം ആരാണെന്നോ അങ്ങനെയൊന്നും അറിവുകളൊന്നും തന്നെ ഇല്ല. അല്ലേ, നമ്മൾ പല ആളുകൾക്കും യഥാർത്ഥത്തിലുള്ള ദൈവം ആരാണെന്നോ യഥാർത്ഥത്തിലുള്ള വിശ്വാസം എന്താണെന്നോ നമുക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും നമുക്ക് തെറ്റ് പറ്റാറുണ്ട്. അതായത് യഥാർത്ഥ ദൈവത്തെ കണ്ടെത്തുന്നത് വരെ നമ്മൾ പല വഴിക്ക് നടക്കും അല്ലേ. എന്നാൽ എൻ്റെ വല്യമ്മ ഇതുപോലെ തന്നെയായിരുന്നു. പക്ഷേ വല്യമ്മേനെ സംബന്ധിച്ചിടത്തോളം വല്യമ്മ ആരെയും ഉപദ്രവിക്കാത്ത, അല്ലെങ്കിൽ ആരോടും ഒരു തരത്തിലുമുള്ള പേഴ്സണലി ഒരു വൈരാഗ്യം പുലർത്തുന്ന ഒരാളല്ലായിരുന്നു. വല്യമ്മ മരണത്തിലേക്ക് പോകുന്ന ആ സമയവേളകളൊക്കെ തന്നെ അമ്മയ്ക്ക് ബോധമുണ്ട്, നല്ല ബോധമുണ്ടായിരുന്നു. മരണം വരെയും സുഖകരമായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ക്യാൻസർ ആയിരുന്നു, കരളിലെ ക്യാൻസർ ബാധിച്ചാണ് ആൾ മരിക്കുന്നത്. പക്ഷേ ഈ നാളുകളിലൊക്കെ എൻ്റെ അമ്മയ്ക്ക് അനുഭവപ്പെട്ട സ്വർഗീയ അനുഭവങ്ങളായിരുന്നു. ഞങ്ങളെല്ലാവരും, ഞാനെന്നല്ല എൻ്റെ അയൽവക്കത്തുള്ളവർ പോലും അത്ഭുതപ്പെട്ടത് അമ്മ സ്വർഗത്തിലേക്ക്, അതായത് ദൈവത്തെക്കുറിച്ച് അറിയാത്ത ആൾ യേശുവിനെ കുറിച്ച് പറയുന്നതും, യേശുവിനെ തന്നെ കുരിശ് വരയ്ക്കുന്നു, യേശുവിനെ ആരാധിക്കുന്നു, പാട്ടും. അപ്പോൾ ചോദിക്കുമ്പോൾ നമ്മളോട് പറയുന്നത് എന്നാണെന്നറിയാമോ? അവർക്കത് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നു. അവരുടെ ആത്മാവിന് അത് ഫീൽ ചെയ്യും. അവർ പറയുന്ന അനേകം ആത്മാക്കളുടെ കൂടെ ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ പറയുന്നുണ്ടായിരുന്നു, പൂന്തോട്ടം കാണാം, വളരെ മനോഹരമായ സ്ഥലങ്ങളുണ്ട്. ഈ ഭൂമിയിൽ നിന്നും നമ്മൾ വിചാരിക്കും ഈ മൃഗങ്ങളൊക്കെ മരണപ്പെട്ടു പോകുമ്പോൾ അവരും മണ്ണിലേക്ക്, ഒരിക്കലുമില്ല.
ഈ പറയുന്ന ഈ മണ്ണിലേക്ക് പോകുന്ന ഈ നമ്മുടെ ശരീരം മാത്രമേ മണ്ണിലേക്ക് പോകുന്നുള്ളൂ. ഈ ആത്മാവെന്ന് പറയുന്നതുണ്ടല്ലോ ദൈവസന്നിധിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് കൂടെ പറയുമായിരുന്നു, അമ്മ മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് വീട്ടിലെ പട്ടികൾ അതുപോലെ തന്നെ കോഴി ഒത്തിരി ഇങ്ങനെ അടിക്കടി മരണങ്ങളുണ്ടാവുമായിരുന്നു. അപ്പോൾ ഇവരെല്ലാം അമ്മ പറയായിരുന്നു ആട് ഇതൊക്കെ മരണപ്പെട്ടു പോയി. കേൾക്കുന്നവർക്ക് ഒരുപക്ഷെ തമാശയായിട്ട് തോന്നാം, പക്ഷെ പല ആളുകളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. കാരണം അമ്മ പറയുമായിരുന്നു, അമ്മ ഇങ്ങനെ പറയും, ഇവരെല്ലാം എനിക്ക് വേണ്ടി കാത്തിരിക്കുക, കൂട്ടുകൂടാൻ കാത്തിരിക്കുക, നിങ്ങൾ എൻ്റെ കൂടെ പകുതി വരെ വന്നാൽ മതി, ഞാൻ പൊയ്ക്കോളാം, അവിടെ മാതാവ് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, അവസാന നാളുകളിൽ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ മാത്രമുള്ള സമയത്തായിരുന്നു, ഞാൻ മാത്രമായിരുന്നു അമ്മ മരിക്കുന്നത് ആ സമയത്ത് കാണുന്നത്. കാരണം അന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയുടെ നെറ്റിമേലേക്ക് ഒരു കുരിശ് വരച്ചത് മാത്രമാണ് എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പോഴേക്കും അമ്മ മരിച്ചു. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ മേലാണെങ്കിൽ ദൈവം നമ്മളെ ദൈവത്തിൻ്റെ അരികിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ അന്ന് പരിശുദ്ധ അമ്മയാണ് വല്യമ്മേനെ വിളിക്കാനായിട്ട് വന്നത്. നേരിട്ട് വല്യമ്മയുടെ ആത്മാവിൽ പരിശുദ്ധ അമ്മ സംസാരിക്കുകയും അമ്മയുമായിട്ട് സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളും വല്യമ്മച്ചി പറയുമായിരുന്നു. അപ്പം എങ്ങനെയാണ് അത് സംഭവിച്ചത്? നമ്മുടെ ആത്മാവെന്ന് പറയുന്നത് ദൈവത്തിലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ദൈവിക നിയമങ്ങൾ ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്കറിയില്ല, നിങ്ങൾക്ക് യേശുവിനെ ഒന്നും അറിയില്ല, നിങ്ങൾ വേറെ ദൈവങ്ങളുടെ പുറകെയൊക്കെ പോകുന്ന ആൾക്കാരായിരിക്കും. എന്തുകൊണ്ടാണ്? നമുക്ക് ദൈവത്തെ അറിയില്ല, യഥാർത്ഥ ദൈവത്തെ അറിയാത്തത് കൊണ്ടാണല്ലേ. പക്ഷെ നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ഹൃദയം നല്ലതാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊരു കാര്യം ഓർക്കുക, ദൈവം നിങ്ങളെ വിളിക്കും. അവിടെയാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതാണ് കർത്താവ് നോക്കുന്നത്. നമ്മൾ ഇന്നത് പ്രാർത്ഥിക്കുന്നുണ്ടോ, നിങ്ങൾ എന്താ പ്രാർത്ഥിക്കുന്നത് എന്നൊന്നും ദൈവം നോക്കത്തില്ല. ദൈവം പറഞ്ഞിരിക്കുന്ന നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾ പാലിക്കാൻ പറഞ്ഞിരിക്കുന്ന എന്തിനാ? നമ്മുടെ ഹൃദയം വിശുദ്ധിയാവുമ്പോൾ നമ്മുടെ അതരം വിശുദ്ധിയാവുന്നു, നമ്മുടെ കണ്ണുകൾ വിശുദ്ധിയാവുന്നു, നമ്മുടെ ശരീരം വിശുദ്ധിയാകുന്നു. അങ്ങനെ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ തന്നെ അവർക്ക് പോലും നമ്മളിൽ നിന്ന് അവർക്ക് പോലും ഒരു പരിശുദ്ധ എലിസബത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ പരിശുദ്ധാത്മാവിനെ കിട്ടിയില്ലേ, ഇതുപോലെ തന്നെയാണ് നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ നമ്മിൽ ദൈവിക ചൈതന്യം നിറയുമ്പോൾ നെഗറ്റീവ് എനർജി എല്ലാം പോയി പോസിറ്റീവ് എനർജി നമ്മളിലുണ്ടാവും. അപ്പോഴത്തേക്കിനും അത് മറ്റുള്ളവരിലേക്ക് നമുക്ക് പാസ് ചെയ്യും. അവർക്ക് ഭയങ്കര സന്തോഷം ഫീൽ ചെയ്യും നമ്മളോട് സംസാരിക്കുമ്പോൾ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ഒട്ടും സമയം കളയരുത് കേട്ടോ. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥിക്കണം. ആത്മാക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ. അനുഗ്രഹങ്ങളുടെ പുറകെ നിങ്ങൾ പോവരുത്. നിങ്ങൾക്ക് ഒരുപാട് കഷ്ടതകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, എനിക്കറിയാം. ഞാനും അങ്ങേയറ്റം സുവിശേഷം നമ്മൾ പറയുമ്പോൾ അറിയാലോ, ഇതിന് വേണ്ടിയിട്ടൊക്കെ ഇറങ്ങുന്ന ആളുകൾക്ക് ഒത്തിരി സഹനങ്ങളാണ്. അതൊന്നും നമ്മൾ വിചാരിക്കരുത്. പുരോഹിതന്മാരൊക്കെ ഈ സുവിശേഷം പറയുമ്പോൾ അയ്യോ അവർ എന്ത് സുഖമായിട്ടാണ് പറയുന്നതെന്ന് തോന്നും. പക്ഷെ അതിനൊക്കെ പുറകിൽ എത്രയോ ഫൈറ്റ് ചെയ്തിട്ടാണെന്നറിയോ അവരൊക്കെ സുവിശേഷം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ വെറുതെ ഇരിക്കരുത്. ക്രിസ്തു നമുക്ക് വേണ്ടിയിട്ട് പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ നമ്മൾ ദൃഢമായിട്ട് തയ്യാറെടുക്കുക. ചുറ്റുമുള്ളവരെ നിങ്ങൾ നോക്കരുത്, അങ്ങനെ ജീവിക്കരുത്. അയ്യോ അവരെന്നെ സ്നേഹിക്കുന്നില്ല, ഇവരെന്നെ സ്നേഹിക്കുന്നില്ല, എൻ്റെ മക്കൾ എന്നെ സ്നേഹിക്കുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ അനുഭവിക്കുന്ന ദൈവമക്കൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, ആരും നമ്മളെ സ്നേഹിക്കില്ല. ആ സ്നേഹം എന്ന് പറയുന്ന ഒരു താൽക്കാലിക സ്നേഹമാണ്. പക്ഷേ ദൈവസ്നേഹം എന്ന് പറയുന്നുണ്ടല്ലോ, ആരും ഇല്ലാത്തപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല, കാരണം നിന്നെ ഞാൻ എൻ്റെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ വളരെയധികം കെഞ്ചി പറയുകയാണ്, നിങ്ങൾ അനുഗ്രഹങ്ങളുടെ പുറകെ പോകരുത്. അത് സാത്താൻ വിതയ്ക്കുന്ന വലിയൊരു കെണിയാണ്. കാരണം നിങ്ങൾ നിയമം പാലിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്ത് അവനെ തകർക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ടാണ് സാധാരണ അനുഗ്രഹങ്ങളുടെ പുറകെ നമ്മളെ പറഞ്ഞു വിടുന്നത്. നമ്മൾ നിയമം പാലിക്കേണ്ടടുത്ത് നിയമം പാലിച്ച് യേശുവിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാണോ എങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് സുവിശേഷം പ്രസംഗിച്ചുകൊള്ളുക, പ്രാർത്ഥിച്ച് 100 ഇരട്ടി അഭിഷേകം ദൈവത്തോട് ചോദിച്ച് ആത്മാക്കൾക്ക് വേണ്ടി നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആത്മാക്കളുടെ സഹായം ആവശ്യമാണ്. ഒരുപാട് പേര് മരണപ്പെട്ടു പോയവർ ഈ ലോകത്തുണ്ടല്ലേ, ഒത്തിരി നമുക്ക് എണ്ണാൻ പറ്റത്തില്ല. അപ്പോൾ അവരുടെയൊക്കെ പ്രാർത്ഥന നമുക്ക് വേണം. കാരണം നമുക്ക് മുന്നോട്ടേക്ക് പോകും തോറും നമുക്ക് വീഴ്ചകളുണ്ടാകും.
അപ്പോൾ ഈ ആളുകളുടെ പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഓരോ പ്രാർത്ഥനയിലും നമ്മൾ ആത്മാക്കൾക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ശിക്ഷയിൽ നിന്ന് ഇളവും കിട്ടും. അതുമാത്രമല്ല, അവർ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ എനിക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കാനില്ലല്ലോ എന്ന് പരാതി പറയാൻ ദൈവമക്കളെ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മളറിയാത്ത ഒരുപാട് ആത്മാക്കളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ടും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മരണപ്പെട്ടു പോയ ആത്മാക്കൾക്ക് വേണ്ടി, ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു സമയത്ത് സംസാരിക്കാം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ധൈര്യമായിട്ട് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവരും ജീവിതത്തിൽ ദൈവം ഇടപെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ. ദൈവം അനുഗ്രഹിക്കട്ടെ.